ഹലോ, മലയാളം അക്ഷരമാല ക്ലാസ് 8ലേക്ക് സ്വാഗതം. ഇതുവരെ സ്വരാക്ഷരങ്ങളായിട്ടുള്ള അ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഒ ഓ ഔ ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് രണ്ടക്ഷരമായിട്ടുള്ള അം ആ ഈ രണ്ടക്ഷരങ്ങളാണ് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം അം, രണ്ടാമത്തേത് ആ. അം ആ. ഈ അക്ഷരങ്ങള് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കാനായിട്ടൊന്നുമില്ല. കാരണം ആ എന്നെഴുതാൻ നമ്മൾ ആദ്യം തന്നെ പഠിച്ചു കഴിഞ്ഞു, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ആ എഴുതാൻ അറിയാം. അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങള് രണ്ട് സിമ്പിൾസ് ആണ്. ആയുടെ കൂടെ ഒരു കുഞ്ഞു സർക്കിള്, അത് റൈറ്റ് സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെ അം എന്നാണ് വായിക്കുക. അതുപോലെ രണ്ട് കുഞ്ഞു സർക്കിൾ ഇതുപോലെ മേലെ മേലെ എഴുതി കഴിഞ്ഞാൽ ആ എന്നാണ് വായിക്കുന്നത്. ആ എന്ന് എഴുതാൻ നിങ്ങളൊന്നും മറന്നുപോയിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. എന്നാലും നമുക്കൊന്ന് എഴുതി നോക്കാം. എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഇങ്ങനെ ആ. ഇനി ആ എഴുതിയതിനു ശേഷം അതിന്റെ റൈറ്റ് സൈഡിലായിട്ടൊരു കുഞ്ഞു സർക്കിൾ, ഇതാണ് അം. ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ നോക്കാം. അം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളും സാധാരണയായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുള്ളൂ. എന്നാൽ ഈ സിമ്പിൾ വളരെയധികം ഉപയോഗിക്കുന്നതാണ്. അം ഡയറക്ട്ലി വരുന്ന രണ്ട് വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അംഗം, അംബുജം. അംഗം എന്ന് പറഞ്ഞ ഒരു മെമ്പർ, ആ ഒരു ഗ്രൂപ്പിലുള്ള ഒരു മെമ്പർ, അതിലൊരു അംഗമാണ് എന്നൊക്കെ പറയും. അതുപോലെ അംബുജം എന്ന് പറഞ്ഞാൽ ലോട്ടസ്, താമര. ആ ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള വാക്കുകളും ഭയങ്കര റെയർ ആണ്, നമ്മൾ അത് ഉപയോഗിക്കാറില്ല. അപ്പോ നമുക്ക് അതിന്റെ സിമ്പിൾസിലേക്ക് പോവാം. ഏതൊരു അക്ഷരം എഴുതിയതിനു ശേഷവും ഈ ഒരു കുഞ്ഞു സർക്കിൾ ഇട്ടാൽ അതിനെ അം എന്നാണ് വായിക്കുക. അതുപോലെ ഈ ഒരു സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ആ എന്നും വായിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മള് കായുടെ കൂടെയാണ് ഈ സിമ്പിൾ ഇടുന്നതെങ്കിൽ കം, ചായുടെ കൂടെയാണെങ്കിൽ ചം, ടായുടെ കൂടെയാണെങ്കിൽ ടം, തായുടെ കൂടെയാണെങ്കിൽ തം, പായുടെ കൂടെയാണെങ്കിൽ പം, അങ്ങനെ. അതുപോലെ തന്നെ ആ, പ, ദ എന്നൊക്കെ വരും. കുറച്ച് വാക്കുകൾ നോക്കാം. കേരളം. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സിമ്പിൾ എവിടെയാ വരുന്നത്? യെസ്, ഇവിടെയാണ്. കേരളം. ആ ഒരു കുഞ്ഞു സർക്കിൾ ഇട്ടപ്പോഴാണ് കേരള, കേരളം ആയത്. ഇനി ഈ വാക്കില് രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. ഇത് സി ആണ്, അപ്പൊ ഇതും കൂടി വരുമ്പോ എന്താവും? സിം. അടുത്തത് ഹ ആണ്, ഹായുടെ കൂടെ വരുമ്പോ ഹം. സിം ഹം. ഇവിടെ കണ്ടോ, രണ്ട് സിമ്പിൾ നമ്മൾ ഒരുമിച്ചാ വായിക്കുന്നത്. അപ്പൊ ഏതൊരു അക്ഷരത്തിന്റെ കൂടെയും എത്ര സിമ്പിൾ ഇട്ടാലും അതൊക്കെ ഒരുമിച്ച് തന്നെ വായിക്കണം, അതിനെ സെപ്പറേറ്റ് വായിക്കാൻ പാടില്ല. അപ്പൊ സിം ഹം, സിംഹം. അടുത്തത് ഇവിടെയും ഇവിടെയും രണ്ട് പ്രാവശ്യം അതേ സിമ്പിൾ വരുന്നുണ്ട്. അപ്പൊ അതിന് വായിക്കുക സംഗീതം. സം, സംഗീതം, സംഗീതം. ഇനി ഈ ഒരു ആടെ സിമ്പിള് വരുന്ന, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദുഃഖം. ദുഃഖം. അപ്പോ കേരളം, സിംഹം, സംഗീതം, ദുഃഖം. ഇവിടെ ആയുടെ സിമ്പലും അമ്മന്റെ സിമ്പലും വന്നിട്ടുണ്ട്. അപ്പോ നമ്മള് സ്വരാക്ഷരങ്ങള് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ എന്റെ കൂടെ ഒന്ന് ഉറക്കെ വായിക്കാമോ? ഫസ്റ്റ് വൺ ആ, സെക്കൻഡ് വൺ ആ, തേർഡ് വൺ ഈ, ഈ. അടുത്തത് ഊ, ഊ. ഇത് റ്. ഇനി ഏ, ഐ, ഓ, ഔ, അം, ആ. ഒന്നുകൂടി സ്പീഡിൽ വായിക്കാം. ആ,
ഇ ഈ ഉ ഊ ഋ എ ഐ ഓ ഓ ഔ ആ. ഒരു ഗ്രൂപ്പ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഈ അക്ഷരങ്ങളുടെ ഒക്കെ സിംബൽസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നോക്കാം. നമുക്ക് ക എന്ന അക്ഷരം വെച്ച് നോക്കാം. ആദ്യം ക ഒരക്ഷരം എഴുതുകയാണ്. ഇനി അ ആ. അപ്പൊ അതുപോലെ ക കാ. അടുത്തത് എന്താണ്? കി കീ. ഇ ഈ. ഇതിന്റെ സിമ്പലാണ് അത്. കി കീ. അടുത്തതോ ഉ ഊ ആണ്. അത് കയുടെ കൂടെ വരുമ്പോ കു കൂ. അടുത്തത് ഋ ആയിരുന്നല്ലേ? അപ്പൊ ഋ. അതിനുശേഷം എ ഐ കെ കേ കൈ. അടുത്തതോ ഓ ഓ ഔ കോ കോ കൗ. ലാസ്റ്റ് രണ്ടക്ഷരങ്ങൾ കം ക അ. അക്ഷരങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ ഈ സിമ്പലും പഠിക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു, അവയുടെ സിമ്പിൾസും പഠിച്ചു അല്ലേ? ഓരോരോ വീഡിയോ അയച്ച് അറ്റ് എ ടൈം എടുത്ത് ആ അക്ഷരങ്ങൾ മാത്രം പഠിക്കാൻ ശ്രമിക്കുക, അതിന്റെ സിമ്പിൾസ് മാത്രം പഠിക്കാൻ ശ്രമിക്കുക. അത് ന്യൂസ് പേപ്പറിലും ബുക്സിലും ഒക്കെ കണ്ടുപിടിക്കാനും ശ്രമിക്കുക. അങ്ങനെ മെല്ലെ മെല്ലെ 1 by 1 ആയി പഠിച്ച് ഈ വെക്കേഷൻ കൊണ്ട് തന്നെ നമുക്ക് മലയാളം വായിക്കാൻ പഠിക്കാം. ഇനിയും കുറേ അക്ഷരങ്ങൾ പഠിക്കാനുണ്ട്. വ്യഞ്ജനാക്ഷരങ്ങളുമായി ഞാൻ വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.